കേരളത്തിൽ ഇത്തരത്തിലൊരു അനാസ്ഥ സംഭവിച്ചു. ഇരുട്ടിൽ ഒരു കുട്ടിയുടെ തല തുന്നിക്കെട്ടി എന്ന ഒരു അനാസ്ഥ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇരുട്ടിലായ ആരോഗ്യം. വൈക്കത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം സന്ധ്യ സൂചിപ്പിച്ച പോലെ തന്നെ അനാസ്ഥയുടെ വീഴ്ചയുടെ ഒരുപക്ഷെ നമ്പർ 1 എന്ന് നമ്മളൊക്കെ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ നാട്ടിലൊരു അവസ്ഥ കൂടി കണ്ടത്. താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ 11-കാരന്റെ തലയ്ക്ക് സ്റ്റിച്ചിട്ട സംഭവം. അതിപ്പോൾ ന്യായീകരണവുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തുകയാണ്. ഡീസൽ ചെലവ് കുറയ്ക്കാൻ ജനറേറ്റർ ഓഫാക്കി എന്നത് തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാണെന്ന് RMO. മറ്റൊരാൾക്കും ഈ ഗതി വരരുതെന്ന് കരുതിയാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് കുട്ടിയുടെ അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ജനറേറ്റർ ഉണ്ട്, ഡീസൽ പേടിച്ചു. ടോർച്ച് അടിച്ചാണ് ഈ മൊബൈലിന്റെ ഫ്ലാഷ് അടിച്ചാണ് ഇത് സ്റ്റിച്ചിട്ടത്. തലയ്ക്കു പരിക്കേറ്റ് വൈക്കം താലൂക്ക് ആശുപത്രിയിലെത്തിയ 11-കാരനാണ് മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചത്തിൽ കാഷ്വാലിറ്റിയിൽ വെച്ച് സ്റ്റിച്ചുകൾ ഇട്ടത്. ജനറേറ്റർ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡീസൽ ചെലവല്ലേ എന്നാണ് അറ്റൻഡർ മറുപടി നൽകിയതെന്ന് കുട്ടിയുടെ അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മറ്റൊരാൾക്കും ഇത് സംഭവിക്കാതിരിക്കാനാണ് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയതെന്നും അമ്മ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിനെ ഇതൊന്ന് അറിയിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നുള്ളൂ. സംഭവം വിവാദമായെങ്കിലും ആരോഗ്യവകുപ്പ് ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ആശുപത്രിയിൽ ഡീസൽ ഉണ്ടായിരുന്നുവെന്നും എന്താണ് സംഭവിച്ചതെന്നത് പരിശോധിക്കുമെന്നുമാണ് മന്ത്രി വാസവന്റെ പ്രതികരണം. അപ്പോൾ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തി ആശുപത്രി ഫംഗ്ഷൻ ചെയ്തു വരുന്ന ഘട്ടത്തിലാണ് വൈകിട്ട് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്. ഗുരുതര വീഴ്ചയുടെ തെളിവായി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രിയും വിശദീകരിക്കുന്നത്. തെറ്റിദ്ധാരണ കൊണ്ടാണ് ഡീസൽ ചിലവാകുമെന്ന് അറ്റൻഡർ പറഞ്ഞത്. വൈദ്യുതി തകരാറ് പരിഹരിക്കുന്നതിനായാണ് ജനറേറ്റർ ഓഫ് ചെയ്തതെന്നും ആശുപത്രി RMO വ്യക്തമാക്കുന്നു. നമ്മുടെ സബ്സ്റ്റേഷനിലെ ഒരു പാനൽ ബോർഡ് കത്തിപ്പോയി. അത് മാറുന്നതിനായിട്ട് താമസം ഉണ്ടായിരുന്നു. മാറാൻ അവരുടെ തന്നെ എക്സ്പേർട്ട് വരണം എന്നുള്ള രീതിയിൽ അങ്ങനെ 6:30 വരെ കാത്തിരിക്കണം എന്നുള്ള ഒരവസ്ഥയുണ്ടായി. സംഭവിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും പരിശോധിക്കുമെന്നും MLA CK ആശ പ്രതികരിച്ചു. ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ എൻ്റെ ഒരു ഇതിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ സ്റ്റിച്ച് ഇടുമെന്ന് ഒരിക്കലും ഒരു അതോറിറ്റി എന്താണെങ്കിലും പറയില്ല. കാഷ്വാലിറ്റിയിൽ ഉൾപ്പെടെ വൈദ്യുതി ഇല്ലാതിരുന്ന സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഡീസൽ ചെലവ് ഒരു പ്രശ്നമായിരുന്നില്ലെന്നും ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും 11-കാരന് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ സ്റ്റിച്ചിട്ടതിന് തെളിവായി ആ ദൃശ്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിലും ഗുരുതരാവസ്ഥയിൽ ഒരു രോഗി എത്തുകയായിരുന്നെങ്കിൽ എങ്ങനെ ആ സാഹചര്യത്തെ നേരിടുമായിരുന്നു എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്. ഇന്നലെ രാത്രിയിൽ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസിലൂടെയാണ് ഇങ്ങനത്തെ ഒരു വാർത്ത നമ്മൾ രാത്രിയിൽ കാണുമ്പോൾ തന്നെ, നമ്മൾ ആ ദൃശ്യം കാണുമ്പോൾ തന്നെ പകച്ചു പോവുകയാണ്. അതായത് മൊബൈൽ ഫോണിന്റെ വെട്ടത്തിൽ ഒരു കുട്ടിക്ക് തലയ്ക്ക് സ്റ്റിച്ച് ഇടാന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അതിശയം തോന്നുകയാണ്, അതോടൊപ്പം കഷ്ടം തോന്നുന്നു. റിയ ബേബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയ, വലിയൊരു അനാസ്ഥയാണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. സന്ധ്യ, പ്രധാനപ്പെട്ട 2 വീഴ്ചകൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒന്ന്, ഒരു കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിൽ പോലും വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യം എങ്ങനെ ഒരു താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായി എന്നുള്ളത്. 2, ഒരു മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് തെളിച്ചെങ്ങനെയാണ് തലയ്ക്ക് ഒരു കുട്ടിക്ക് സ്റ്റിച്ച് ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിൽ ആദ്യത്തെ കാര്യത്തിലാണ് ആശുപത്രി അധികൃതർ ഒരു വിശദീകരണം നൽകുന്നത്. അവർ പ്രധാനമായും എടുത്തു പറയുന്നത് ഒരു താൽക്കാലിക ക്രമീകരണം എന്ന രീതിയിലാണ്. വൈദ്യുതി തടസ്സപ്പെട്ടപ്പോൾ അത് തകരാറ് പരിഹരിക്കുന്നതിനായി അരമണിക്കൂർ നേരത്തേക്ക് വൈദ്യുതി ഓഫ് ചെയ്തതാണ്. അത് മുന്നറിയിപ്പായി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കിടപ്പ് രോഗികളെയും മറ്റും അറിയിച്ചിരുന്നു. അതിനിടയിൽ പെട്ടെന്നാണ് ഈ കുട്ടി തലയ്ക്ക് മുറിവേറ്റ് ആശുപത്രിയിലേക്ക് കയറി വരുന്നത് എന്നതാണ്. മറ്റൊന്ന്, ആ വീഡിയോയിൽ തന്നെ അറ്റൻഡർ പറയുന്ന ഡീസൽ ചെലവ് എന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതൊരു വിചിത്രവാദമായിരുന്നു. അതായിരുന്നു വലിയ വിമർശനമായി മുന്നോട്ട് വന്നതും. അതിന് ആശുപത്രി അധികൃതർ പറയുന്നത് ഈ അറ്റൻഡർ തുടർച്ചയായി വന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രീഷ്യന്മാർ ഒരു പ്രയോഗം നടത്തിയതാണ്, ചെലവല്ലേ ഡീസലിന് എന്നുള്ളത്. അത് അദ്ദേഹം കാര്യമായി എടുത്തു. അത് രോഗിയോടും അതേ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നതാണ് ആശുപത്രി അധികൃതർ അതിന് നൽകുന്ന ന്യായീകരണം. എങ്ങനെയാണെങ്കിലും കേരളത്തിൽ നമ്മൾ ഇത്തരമൊരു കാഴ്ച ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഒരു മൊബൈൽ ഫോൺ തെളിച്ച് ഒരു
കാഷ്വാലിറ്റി അകത്ത് വെച്ച് ഒരു കുട്ടിയുടെ തലയ്ക്ക് സ്റ്റിച്ച് ഇടുന്ന ഒരു കാഴ്ച കണ്ടിട്ടില്ല. അപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. മറ്റൊരു അത്യാഹിത കുറച്ചുകൂടി ഗൗരവപ്പെട്ട അസുഖമായി ഒരാൾ ആ കാഷ്വാലിറ്റിയിലേക്ക് എത്തിയെങ്കിൽ എങ്ങനെയാണ് ആ സാഹചര്യത്തെ നേരിടുന്നത്? അപ്പോഴും ഈ മൊബൈൽ ഫോൺ ലൈറ്റ് തെളിച്ച് അല്ലെങ്കിൽ ടോർച്ച് തെളിച്ച് അല്ലെങ്കിൽ വെളിച്ചം വരുന്ന ജനലിൻ്റെ അരികിൽ കിടത്തി ആ രോഗിക്ക് ചികിത്സ നൽകുമായിരുന്നോ? അല്ലെങ്കിൽ ഈ ഡീസൽ ചെലവ് എന്നുള്ളത് അത് ഈ പറഞ്ഞതുപോലൊരു ന്യായീകരണം അവിടെ നിലനിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് DMO റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വീഴ്ച സംഭവിച്ചിട്ടില്ല, താൽക്കാലികമായി ഏർപ്പെടുത്തിയ ഒരു ക്രമീകരണമാണ്. അത് തകരാറ് പരിഹരിക്കുന്നതിനായി അരമണിക്കൂർ നേരത്തേക്ക് ഏർപ്പെടുത്തിയ ക്രമീകരണമാണ് എന്നതാണ് ഇവർ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടിയുടെ കുടുംബം പറയുന്നത് ഒരു പരാതിയുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഇനി ഈ ഗതി മറ്റാർക്കും വരരുത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഓരോ ദൃശ്യങ്ങൾ പകർത്തിയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ആശുപത്രികളിൽ, നമ്മുടെ ആതുരാലയങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുകയും ചെയ്ത്. നമുക്കിപ്പോൾ ഇപ്പോൾ ഡോക്ടർ SS ലാൽ ആരോഗ്യ വിദഗ്ധൻ, ഒപ്പം തന്നെ ട്വിങ്കിൾ പ്രഭാകർ വൈക്കം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടന്റ്, പ്രീത രാജേഷ് വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ എന്നിവരും നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലും ചേരും. ആദ്യം ഡോക്ടർ SS ലാലിലേക്കാണ്. ഡോക്ടർ, ഈ ചൂണ്ടിക്കാണിക്കുന്ന സംഭവം അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ കേരളത്തിലുള്ള ആൾ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോട്ടെ, കേരളത്തിലുള്ള ആളുകൾ ഇവിടെയോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന രീതിയിൽ പകച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇതിലൂടെയും ഈ കേൾക്കുന്ന ന്യായീകരണങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെയാണ് നമ്മുടെ ആശുപത്രികളിൽ സംഭവിക്കുന്നതെന്നാണോ? തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ആ കുട്ടിയുടെ അമ്മയോടും അല്ലെ അവരുടെ ബന്ധുക്കളോടും ഒരു ആരോഗ്യ പ്രവർത്തകൻ നിലയ്ക്ക് എനിക്കൊരു ക്ഷമ ചോദിക്കേണ്ട കാര്യം. കാരണം ഞാനൊരു ഡോക്ടറാണ്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ആശുപത്രികളിൽ വന്ന് പെടുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളൊക്കെ കുട്ടികളുണ്ടായിരുന്ന അല്ലെങ്കിൽ കുട്ടികൾ വളർത്തുന്നവരൊക്കെയാണ്. അപ്പൊ നമ്മള് ആ സ്ഥാനത്ത്, ആ കുട്ടിയുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ നിർത്തി നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ആരെ നിർത്തി നോക്കിയാലും അപ്പൊ അവർക്കുണ്ടായ ഒരു ഭയം, ഒരു പകച്ചു പോയിട്ടുണ്ട്. അവർ അതിന് തീർച്ചയായിട്ടും ക്ഷമ ചോദിക്കേണ്ടതാണ്. രണ്ടാമത്, അങ്ങനെ ഒരു രംഗം ഫോണിൽ എടുത്ത് ലോകത്തെ അറിയിച്ചതിന് അവർ പ്രശംസിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അവരുടെ കുട്ടിയുടെ അപ്പുറത്തേക്ക് അവർ ചിന്തിക്കുകയാണ്. മറ്റുള്ള കുട്ടികൾക്ക് ഇത് സംഭവിക്കരുത്. അപ്പൊ അതിനവർ പ്രശംസിക്കപ്പെടേണ്ടതുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഭയന്നു പോലെ എല്ലായിടത്തും ഇങ്ങനെയല്ല, ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ കേരളത്തിൽ ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ എല്ലാ ആശുപത്രികളും ഇങ്ങനെ മോശമാണ് ധരിച്ചു പോകാനും പാടില്ല. അടുത്ത എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ പ്രശംസിക്കാനുള്ള ഡോക്ടർമാർ, അവിടെ അന്നേരം ഉണ്ടായിരുന്ന ഡോക്ടറെയും നഴ്സിനെയൊക്കെയാണ്. കാരണം അപ്പൊ അവര് വളരെ വലിയൊരു മുറിവൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ അപകടമൊക്കെ ആണ്, വലിയ ഒടിവൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് പരിഹരിക്കാൻ പറ്റില്ല. അവരാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്വം കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ആ പരിമിതമായ സാഹചര്യത്തിലും ആ കുട്ടിക്ക് തലയിലെ മുറിവ് തുന്നലിടാനും കെട്ടിവെച്ച് വിടാനും ഒക്കെ അവർ ശ്രമിച്ചത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ പറയാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രശ്നങ്ങളിലേക്ക്, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി ചിലപ്പോൾ ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ടു എന്നും വരാം. അത് ആലോചിച്ചോണം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ആശുപത്രിയുടെ ഒറ്റപ്പെട്ട സംഭവം, നമ്മുടെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്, മഞ്ഞുകെട്ടയുടെ മുകൾ ഭാഗം എന്ന് പറയുന്ന പോലത്തെ പ്രശ്നമാണ്. അപ്പൊ അവിടുത്തെ ഉത്തരവാദിത്വപ്പെട്ട അറ്റൻഡറൊക്കെ പറയുന്നില്ല, അവര് പറഞ്ഞ ശരിക്കും ഉത്തരവാണ്. ഡീസലിന് വില കൂടുതലായിരുന്നു, ഞങ്ങൾ ഓഫ് ചെയ്ത് ഇടാറുണ്ടെന്ന്. അവിടെയാണ്. അപ്പൊ ഇതിനകത്ത് സിസ്റ്റത്തിന്റെ പ്രശ്നം, നമ്മുടെ അവിടുത്തെ സംവിധാനങ്ങളുടെ പ്രശ്നമായിട്ടാണ് കാണുന്നത്. പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നും ഫോൺ ചെയ്ത് നിൽക്കുന്ന ആളാണ്, പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ അവിടെ കിടക്കാൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും സൗകര്യങ്ങൾ കുറവാണ്. ഇത് പറയുമ്പോൾ ചർച്ചകൾ വരുമ്പോൾ ഇവിടെ എല്ലാം മെച്ചമാണ്, കേരളം നമ്പർ 1 ആണെന്ന് പറയും. കേരളം നമ്പർ 1 ആകുന്നതിന് പല കാരണങ്ങളുണ്ട്. മനുഷ്യർക്ക് ആരോഗ്യ അവബോധം ഉള്ളതുകൊണ്ട്, ഇവിടെ വെള്ളം ഉള്ളത് കൊണ്ടൊക്കെ. 42 നദി ഉണ്ടായത് ഏതെങ്കിലും സർക്കാർ തുടങ്ങിയതല്ല. അപ്പൊ അത് കേരളം പല കാര്യത്തിലും പണ്ടേ നമ്പർ 1, അപ്പൊ പല കാര്യത്തിലും വളരെ പിന്നിലോട്ട് പോവുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് ചെന്ന് നോക്കിയാൽ മതി, ഒരു കിടക്കയിൽ 2 രോഗികൾ കിടക്കുന്ന ഒരുപാട് വാർഡുകളാണ്. ഒരാൾക്ക് വന്ന അസുഖം ഒന്നും, മറ്റൊന്നയാൾക്ക് മറ്റൊന്നുമായിരിക്കും. പകർച്ചവ്യാധികളുമായിരിക്കും. അപ്പോൾ വന്ന അസുഖവും വേറെ അസുഖമായിട്ട് തിരിച്ചൊരാൾ വീട്ടിൽ പോയി വരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകട്ടെ, നമ്മൾ സെന്റർ ഓഫ് എക്സലൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനത്തില് ഒരു കട്ടിൽ 2 പേരാണ്, അതിന്റെ താഴെയാണ്. അപ്പൊ പറയുമ്പോൾ ആരോഗ്യമന്ത്രിയോ മറ്റോ എവിടെ നിയമസഭയിലോ മറ്റോ പറഞ്ഞാണെന്ന് തോന്നുന്നു, രോഗികൾ കൂടുന്നുണ്ടാണ്. യാത്രക്കാർ കൂടുമ്പോൾ നമ്മൾ ബസ്സുകളുടെ എണ്ണം കൂട്ടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബസ്സിനകത്ത് മേളിൽ കയറാൻ പറയും, സാധനം കയറ്റുന്ന പോലെ. അത് പഴയ കാലത്തായിരുന്നു. അപ്പൊ ആശുപത്രിയിൽ രോഗികൾ കൂടുമ്പോൾ, സർക്കാർ ആശുപത്രിയിൽ രോഗികൾ കൂടുന്നത് നല്ല കാര്യം തന്നെയാണ്. ഡോക്ടർ SS ലാൽ, അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ട്വിങ്കിൾ പ്രഭാകർ വൈക്കം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടന്റാണ്. അദ്ദേഹം നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ട്വിങ്കിൾ പ്രഭാകർ, ഇവിടെ നോക്കൂ, നമ്മൾ പറയാം, നമുക്കൊരു ഖ്യാതിയുണ്ട് അല്ലേ, നമ്മൾ ആരോഗ്യരംഗത്ത് ഒന്നാമതാണെന്നുള്ള ഖ്യാതിയുണ്ട്. അത് വെറുതെ ഒന്നും ഉണ്ടായതൊന്നുമല്ല, അത് പലതലത്തിലും അങ്ങനെ തന്നെയാണ്, അതിലൊന്നും തർക്കവും ഇല്ല. പക്ഷെ ഇന്നലെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ കണ്ട കാഴ്ച അതിനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ജനറേറ്ററിനെയൊക്കെ ചൊല്ലി ഉണ്ടാകുന്ന വിവാദങ്ങൾ എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിനെക്കുറിച്ച് എനിക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ കുട്ടിയെ ആ മുറിയിൽ വെച്ച് ടോർച്ചർ അല്ലെങ്കിൽ
തുന്നുക അല്ലായിരുന്നു. ആ കുട്ടിയുടെ വൂണ്ടിന്റെ ചുറ്റുമുള്ള ഹെയർ നമ്മൾ റിമൂവ് ചെയ്ത് ഓൺ സൈറ്റ് എക്സ്പോസ്ഡ് ആക്കി അതിനുശേഷം കാഷ്വാലിറ്റി വെച്ചാണ് മുറിവ് ചെയ്യപ്പെട്ടത്. അത് ഏകദേശം 4 മുതൽ 5 മണി വരെയുള്ള സമയത്താണ് നടന്നത്. അപ്പം വെട്ടം ഉള്ള ഒരു സമയമാണ്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഇന്നലെ രാവിലെ 9:30 മുതൽ വൈദ്യുതി നല്ല അറ്റകുറ്റപ്പണി ആയതുകൊണ്ട് ജനറേറ്ററിലാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചപ്പോൾ ജനറേറ്ററിന്റെ ഒരു ചേഞ്ചിങ് പാനൽ കേടായി. അപ്പോൾ ഈ 2:30ക്കാണ് ഇത് ചേഞ്ചിങ് പാനൽ കേടായി എന്ന് മനസ്സിലായി നമ്മുടെ ടെക്നീഷ്യന്മാർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 2:30 മുതൽ ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഫുൾ സപ്ലൈ ഓഫ് ആക്കി. പിന്നെ 6:00ക്ക് ശേഷം ഇതിന്റെ എക്സ്പെർട്ട് ടെക്നീഷ്യൻ വന്ന് ഈ പാനൽ മാറുന്ന സമയത്തുമാണ് നമ്മൾ ഈ ഫുൾ സപ്ലൈ ഓഫ് ചെയ്തത്. കാരണം ഈ ഫുൾ സപ്ലൈ ഓഫ് ചെയ്യാണ്ട് ഇത് റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെയാണ് സപ്ലൈ ഓഫ് ആയത്. ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് വൈകിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ മുറിവ് തുന്നി മൊബൈൽ വെട്ടത്ത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായി. ശരിക്കും അങ്ങനെയല്ല നടന്നത്. മൊബൈൽ വെട്ടത്ത് ആ മുടി കട്ട് ചെയ്തു, പക്ഷെ തുന്നിയത് കാഷ്വാലിറ്റി വെച്ചാണ്. ഒരു കാര്യം ചോദിച്ചോടെ ശ്രീ ട്വിങ്കിൾ, അതായത് അവിടെ അറ്റൻഡർ ഇവർക്ക് നൽകിയിട്ടുള്ള മറുപടി, കുട്ടിയുടെ അമ്മ തന്നെ നമ്മളോട് പറഞ്ഞത് ജനറേറ്റർ ഡീസലിന് പൈസ കൂടുതലാണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ, അതുകൊണ്ട് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനാകില്ല അതുകൊണ്ടെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങളുടെ വിശദീകരണം എന്നും പറയുകയും ചെയ്തു. പക്ഷെ ഇത്തരത്തിലൊരു കാര്യം എങ്ങനെയാണ് അറ്റൻഡർ പറയുക? പെട്ടെന്നൊരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ പറയുമോ? ഏതെങ്കിലും തരത്തിൽ മുൻപ് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇല്ല, ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട അറ്റൻഡർക്ക് പ്രത്യേകിച്ച് അറിവുകളൊന്നും ഉള്ള ഒരു കാര്യമല്ല. കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാരാണ്. അതായത് എത്ര ഡീസലുണ്ട്, എത്രമാത്രം ബാലൻസ് ഉണ്ട്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാരാണ് പറഞ്ഞത്? ഒരു സർക്കാർ ആശുപത്രിക്കെതിരെ കൂടിയാണല്ലോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ജനറേറ്ററുമായി സംബന്ധമായ ജോലികൾ നോക്കുന്ന ഒരു വിഭാഗം അല്ല നഴ്സിംഗ് കാറ്റഗറി. ഇദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത്. അല്ല, അങ്ങനെ അല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതാണല്ലോ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്. എന്താണ് സംഭവിച്ചത് നിങ്ങൾ അന്വേഷിച്ചോ? അല്ല, അതിന്റെ സത്യാവസ്ഥയല്ല. ജനറേറ്റർ ഫുൾ ടൈം റൺ ചെയ്തുകൊണ്ടിരുന്നത് ജനറേറ്ററിൽ ഡീസലും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ് അവിടെ കാണിക്കുന്നത്. സർ, അതല്ല ചോദിച്ചത്. അദ്ദേഹം അങ്ങനൊരു കാര്യം പറഞ്ഞതാണല്ലോ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയത്. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചോ എന്തുകൊണ്ട് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നുള്ളത്? ഈ വരുന്ന രോഗികൾ അവരെ ആശങ്കയോടെയാണല്ലോ കുട്ടികളുമായിട്ട് അവരെ കുഞ്ഞിന്റെ നിങ്ങൾ അവിടെ നിന്ന് ചികിത്സിക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും ആശങ്കയോടെ അവർ നോക്കിക്കാണുന്നു. പിന്നീട് വിശദമായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നാളെ എടുക്കുന്നതായിരിക്കും. ഇന്ന് എടുത്തിട്ടില്ല. ഇന്ന് മറ്റു പല തിരക്കുകളുള്ളതുകൊണ്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. നാളെ എടുക്കുന്നതായിരിക്കും. ആരോഗ്യമന്ത്രിയോ ആരോഗ്യവകുപ്പോ ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ടോ? ആരോഗ്യ ഡയറക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും വിശദീകരണം തേടി. അതിന് മറുപടി നൽകി കഴിഞ്ഞോ? എങ്ങനെയാണ്? ഇല്ല, മറുപടി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. നാളത്തോടുകൂടി ഫൈനലൈസ് ചെയ്യും. ശരി. ട്വിങ്കിൾ പ്രഭാകർ, അദ്ദേഹം പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ലഘൂകരിച്ച് കാണാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്. അറ്റൻഡർ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായി. അത് ഇതുവരെ അവർ അറ്റൻഡറെ വിളിപ്പിക്കും, കാര്യങ്ങൾ ചോദിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെറുതെ ഒരു അറ്റൻഡർ എന്തിനാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുണ്ടാക്കുന്നു? ഒരുപക്ഷെ മുമ്പൊന്നുമില്ല, പെട്ടെന്ന് ഒരു നിമിഷം ഈ ഡീസലിന്റെ വിലയെ പറ്റി അദ്ദേഹത്തിന് ആ സമയത്ത് ചിന്തിച്ചു. അതുപോലെ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ആശങ്ക കാരണമാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന് പറഞ്ഞത്. സ്വാഭാവികമായും ഒരു ആശുപത്രിയിൽ വരുന്ന ഏതൊരു രോഗിക്കും, പ്രത്യേകിച്ച് കുഞ്ഞിന്റെ തല തുന്നിക്കെട്ടുമ്പോൾ ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക കാരണമാണ് ആ വീഡിയോ ചിത്രീകരിച്ചത്. നമുക്കിപ്പോൾ ഇപ്പോൾ പ്രീത രാജേഷിന്റെ വാക്യം നഗരസഭാ ചെയർപേഴ്സൺ. പ്രീത രാജേഷ്, കേൾക്കാമോ താങ്കൾക്ക്? ഇങ്ങനെ ചില ന്യായീകരണങ്ങൾ ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്, പക്ഷേ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് വൈക്കത്ത് സംഭവിച്ചത്. താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഹലോ മാഡം, കേൾക്കാമോ? ഞാനൊരു യാത്രയിലാണ്. പറഞ്ഞോളൂ, എന്താണ് താങ്കൾക്ക് ഇതിനെ പറ്റി അറിയുന്നത്? എന്താണ് നമ്മൾക്ക് ഇതിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് സൂപ്രണ്ട് പറഞ്ഞ പോലെ തന്നെയാണ്. അത് നമ്മൾ ജനറേറ്ററിന്റെ തകരാറല്ലായിരുന്നു, അതൊരു ചെറിയ തകരാറ്, സ്വിച്ചിന്റെ ആണ്. അതിനോട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. അത് കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു കറണ്ട് കണക്ഷൻ ഇല്ലാതിരുന്നത്. രാവിലെ തൊട്ട് അവിടെ കറണ്ട് ഇല്ലായിരുന്നെങ്കിലും ജനറേറ്റർ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ആശുപത്രിയാണ്. തീർച്ചയായും ആ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ എന്തോ അദ്ദേഹത്തിന്റെ തെറ്റായ ധാരണയാണ് ഇതിന്റെ ഈ വാർത്ത വന്നത്. അതിന് അദ്ദേഹത്തോട് തീർച്ചയായും നടപടി എടുക്കുന്നതായിരിക്കും. ഈ കുറച്ചു നേരം മാത്രമേ ഇല്ലാതെ ആയി എന്നൊക്കെ പറയുന്ന ഒരു വീട്ടിനകത്തെ കാര്യമല്ല, ആശുപത്രിക്കകത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് അത് തന്നെ നമുക്കറിയാം. പക്ഷെ അതിന്റെ സാങ്കേതിക തകരാർ നമുക്ക് പരിഹരിക്കണമെങ്കിൽ അത് ഓഫാക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇവിടെ ഈ നഴ്സിംഗ് അസിസ്റ്റന്റിനോട് വിശദീകരണം ചോദിക്കാമെന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സംസാരമോ ഒന്നുമില്ലാതെ അയാൾ ഒരു സുപ്രഭാതത്തിൽ അയാൾ പെട്ടെന്ന് പറയുകയാണോ ഇവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഡീസലിന് വില കൂടുതലാണ് അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണോ ഉണ്ടായത്?
ഇല്ല, തീർച്ചയായും ലോഗ് ബുക്ക് ഉൾപ്പെടെയുള്ളത് നോക്കിയാൽ അറിയാം അവിടെ ഡീസൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ സംഭവം കറണ്ട് പോയത് ഉച്ചയോടുകൂടിയല്ലേ വൈദ്യുതി നിലച്ചത് അവിടെ? രാവിലെ ആണ് കറണ്ട് ഇല്ലാതിരുന്നത്. രാത്രിയിലാണ് ഇതിന്റെ പരിഹാരം ക്രിയ നടത്തിയ രാത്രിയിലാണോ? രാത്രിയിലാണല്ലോ സംഭവം. ഇരുട്ടത്താണല്ലോ കുഞ്ഞിന്റെ തലയ്ക്ക് ചികിത്സ നൽകുന്നത്. 4:05 ഈ തുന്നി കെട്ടുന്നത് ഈ ഒരു സമയം രാത്രി സമയത്തല്ലേ ഇത് നടക്കുന്നത്? അല്ല, 4:05 5 ഇടയ്ക്കാന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോ കിട്ടിയത്. നമുക്ക് കുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചായിരുന്നു. ഉച്ചയ്ക്ക് പോയിട്ട് എന്തുകൊണ്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മുൻപേ പരിഹരിക്കുകയും ചെയ്യുന്ന പ്രശ്നമായിരുന്നില്ലേ? പകൽ വെളിച്ചത്തിലാകുമ്പോൾ മറ്റു തടസ്സങ്ങൾ ഉണ്ടാകില്ലല്ലോ. നമ്മള് പരിഹരിക്കാനായിട്ട് നമ്മൾ ടെക്നീഷ്യനെ വിളിച്ച് ടെക്നീഷ്യൻ വന്നപ്പോഴാണ് ഇത് കറണ്ട് വിച്ഛേദിച്ചത്. അല്ല, ഫുൾ ഇല്ലാതിരിക്കുകയല്ല, അന്ന് ടെക്നീഷ്യൻ വന്ന് പ്രവൃത്തി അത് തകരാർ മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് കറണ്ട് വിച്ഛേദിച്ചത്. അത്രയും വൈകിയതിലും ഒരു പ്രശ്നവും അങ്ങ് കാണുന്നില്ല. അല്ല, ജനറേറ്റർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 2:30 കൂടി കറണ്ടും വന്നു. പക്ഷെ ടെക്നീഷ്യൻ വന്ന് ഈ കംപ്ലൈന്റ് പരിഹരിക്കുന്ന സമയത്താണ് കറണ്ട് വിച്ഛേദിക്കേണ്ടി വന്നത്. അത് അരമണിക്കൂർ നേരത്തേക്കും നമുക്ക് വിച്ഛേദിക്കേണ്ടി വന്നു. കാരണം ടെക്നീഷ്യൻ അത് തകരാറ് മാറ്റണമെങ്കിൽ അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒരു നഗരസഭാ ചെയർപേഴ്സൺ എന്ന രീതിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇന്ധനവിലയുടെ ഡീസലിന്റെ കാര്യമൊക്കെ പറഞ്ഞതിൽ അത് പറഞ്ഞു തെറ്റിപ്പോയതായിരിക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരു അസ്വാഭാവികതയും തോന്നില്ല. ശക്തമായ നടപടി ഉണ്ടാകുന്നതായിരിക്കും. കാരണം അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് കരുതുന്നത് അയാൾ? പക്ഷെ നമ്മൾ ഡോക്ടർമാരാണെങ്കിലും ഉള്ള സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ കുട്ടിയെ ശുശ്രൂഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ കുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചപ്പോഴും എനിക്കറിയാൻ സാധിച്ചത്. തീർച്ചയായും അത് അഭിനന്ദനം കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ കുട്ടിയുടെ അമ്മ തന്നെയാണ് പറഞ്ഞത്, ആ ഒരു ആശങ്ക പങ്കുവെച്ചത്. പക്ഷെ ആ കുട്ടിയുടെ അമ്മ തന്നെയാണ്. നമ്മൾ അതെ, നമ്മുടെ ഇവിടെ അടുത്തുള്ള കുട്ടി തന്നെയാണ്. നമ്മൾ അവരെ വിളിച്ചിട്ട് അവരുടെ ബന്ധുവിനെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇതൊരു കുട്ടിയുടെ ഈ പ്രശ്നമോ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഇവിടെ മറ്റൊന്നും സംഭവിച്ചില്ല എന്നുള്ളതൊന്നും അല്ല. അതിനപ്പുറത്തേക്ക് ഇത് വലിയ എന്തെങ്കിലും അവസ്ഥയിലാണ് അങ്ങോട്ടേക്ക് എത്തുന്നതെങ്കിലോ ആ ഒരു സാഹചര്യമായിരുന്നെങ്കിലോ ഈ രാത്രിയിലേക്കൊക്കെ ഈ പ്രശ്ന പരിഹാരത്തിനായി, അതായത് ഒരു ആശുപത്രിയിൽ സ്വാഭാവികമായിട്ടും അവിടെ എപ്പോഴും വൈദ്യുതി വേണ്ടതാണല്ലോ. രാത്രിയിലേക്കൊക്കെ നീട്ടിവെക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെ ഉചിതമാവുക? രാത്രി അവിടെ കറണ്ട് ഇല്ലാതില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, അത് തകരാർ പരിഹരിക്കുന്ന കുറച്ച് സമയത്തേക്ക് മാത്രമേ കറണ്ട് വിച്ഛേദിച്ചിട്ടുള്ളായിരുന്നു. ശരി, എന്തായാലും നഴ്സിംഗ് അസിസ്റ്റന്റ് തലയിലായിട്ടുണ്ട് ഇപ്പൊ എല്ലാം. അതെ, അയാൾക്ക് പറ്റിയൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് നടന്നൊരു സമയം രാത്രിയിലല്ല നടന്നത് എന്നും ഇവർ പറയുന്നത് അങ്ങനെയാണ്. കണ്ട ദൃശ്യം പക്ഷെ രാത്രിയിലാണ്. ഇനിയിപ്പം അകത്ത റൂമിലാണോ എന്താണ് നമുക്ക് വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവർ പറയുന്നത് 4:05 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിൻ ആശുപത്രിയിൽ എത്തുകയും ആ കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്തതെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. എന്തായാലും കുറെ അവ്യക്തതയുണ്ട്. ആ വ്യക്തതയിലൊക്കെ വ്യക്തത വരാനിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നത് നാളെ വിശദീകരണം നൽകുമെന്നുള്ളതാണ്. ഡോക്ടർ എസ് എസ് ലാൽ തുടരുന്നത്. ഡോക്ടർ എസ് എസ് ലാലിലേക്ക് കൂടി പോവുകയാണ്. നോക്കൂ, ഇപ്പോൾ ഈ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ആണെങ്കിലും ഒക്കെ പറയുന്ന കാര്യം, ആശുപത്രി സൂപ്രണ്ടന്റ് ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾ അവർ ന്യായീകരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇതൊരു ആശുപത്രിയാണ്, ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് തലയിലേക്ക് മാത്രം ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് വെറുതെ ഇങ്ങനെ പറയും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനും കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഒരു ആശുപത്രിയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിന്റെ ഒരു ഗൗരവം എത്രത്തോളമാണ്, ആ രീതിയിലാണോ ഇവർ നമ്മളോട് പ്രതികരിച്ചതെന്നും ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇതുപോലെ ആശുപത്രി, വലിയ ആശുപത്രി, ഞാനൊക്കെ പല പ്രാവശ്യം പോയിട്ടില്ല. അവിടെ ഒരു ബാക്കപ്പ് സംവിധാനം ഇല്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ലേ? അപ്പൊ അവിടെ ആലോചിച്ച് നോക്കണം. നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ശരി. തലയിൽ മുറിവായിട്ട് വന്നു, വലിയൊരു മുറിവുകളായിട്ട് ഒരുപാട് പേര് ഒരുമിച്ച് വന്നെങ്കിലോ. അപ്പൊ അതിന് ബാക്കപ്പ് സംവിധാനം വേണം. അപ്പൊ അതിന് സ്ഥിരം സംവിധാനം ഇല്ല എന്നുള്ളൊരു അപര്യാപ്തതയാണ്. അതിന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായ ഡോക്ടറെ നഴ്സിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ആരോഗ്യരംഗത്ത് റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾക്ക് ഒരുപാട് കുറവുണ്ട്. ബജറ്റ് പോലും ചെറിയ വ്യത്യാസമാണ് ഒരു പുതിയ ബജറ്റിലുണ്ട്. അപ്പൊ പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് കോവിഡ് സമയത്ത് 1200 പുതിയ സ്റ്റാഫിന് വേണമെന്ന് അവിടുത്തെ സൂപ്രണ്ട് എഴുതി കൊടുത്താണ്. 5 പേരെ പോലും പോസ്റ്റ് കിട്ടില്ല. അപ്പൊ ഈ പ്രശ്നമുണ്ട്. ഇതെല്ലാം മൊത്തത്തിൽ സിസ്റ്റത്തിന്റെ തകരാറാണ് ഇവിടെ എല്ലാം എത്തിപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ അറ്റൻഡർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഞാൻ പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം, ഇപ്പൊ അവിടെ കറണ്ട് പോയതിന് എല്ലാത്തിനും മന്ത്രി ഉത്തരം പറയണമെന്നില്ല. ഈ സിസ്റ്റം തകരാറിലാകുന്നതിന് മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. 2 രോഗികൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മന്ത്രിമാരുടെ ടെലിവിഷനിൽ സിനിമ എടുക്കുന്ന സംസ്ഥാനമാണ്. അപ്പൊ ഒരു താലൂക്ക് ആശുപത്രിയിൽ കറണ്ട് പോയി, അവിടെ കാഷ്വാലിറ്റി കറണ്ടില്ല എന്ന് പറയുമ്പോൾ അതിനും ആരോഗ്യത്തിനും മറുപടി പറയാൻ ബാധ്യതയുണ്ട്.
രണ്ട് രോഗികളെ ഡോക്ടർമാർ ചികിത്സ രക്ഷപ്പെടുത്തുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ആരോഗ്യമന്ത്രിക്കാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ആശുപത്രിയിൽ ഒരു കുഞ്ഞിന് നമ്മുടെ കുഞ്ഞാന്ന് ആലോചിക്കണം. അപ്പൊ ഇതിന്റെ വേദന മനസ്സിലാവും. ഒരു കുട്ടിയുടെ തല മുറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യോ കാലം മുറിയുന്ന പോലെ കുഞ്ഞിന്റെ തലയാണ് മുറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കണം. അപ്പൊ അതിന് ആരോഗ്യമന്ത്രിക്ക് പ്രതികരിക്കാനില്ലെങ്കിൽ ഇനിയിപ്പോ അടുത്ത നേട്ടം വരുമ്പോഴും പ്രതികരിക്കാൻ അവർ തയ്യാറാകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. കേരളം വളരെ നന്നായിട്ട് ആരോഗ്യവകുപ്പ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും പുതിയ ആരോഗ്യ മന്ത്രി അവതരിപ്പിച്ച ആരോഗ്യ ബിൽ അവതരിപ്പിച്ചു, പൊതുജനാരോഗ്യ ബിൽ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ അധികാരി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണെന്നാണ്. അതാണ് യാഥാർത്ഥ്യം. പണ്ടും അങ്ങനെ തന്നെയാണ്. കുറെ വർഷങ്ങളായിട്ട് ഈ മന്ത്രിമാര് അവർ ഒൺമാൻ ഷോയ്ക്കും അവരുടെ കീർത്തി ഉണ്ടാക്കാനും സിനിമ എടുക്കാനായിട്ട് ആരോഗ്യവകുപ്പിന് ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ല, ഉപയോഗിക്കുന്നൊപ്പം ആരോഗ്യവകുപ്പിനെ തകർത്തുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പേരറിയോ? കേരളത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വകുപ്പാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ കാണുന്നില്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് സത്യം പറയുന്ന ഉത്തരം പറയുന്നത്. ആ പാവങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ ആരോഗ്യവകുപ്പിൽ പ്രവർത്തിച്ച ആളാണ്, ഏറ്റവും താഴ്ത്തത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, അസിസ്റ്റന്റ് സർജനായിട്ട്. ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസറും ആരോഗ്യവകുപ്പ് സംസ്ഥാന ഡയറക്ടറും ഒക്കെ അതിന്റെ ഉത്തരവാദിയില്ല. പൊതുജനാരോഗ്യ ബില്ലിലും പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ വർഷം പാസ്സാക്കിയത്. അപ്പൊ അതിന് അവർ മുഴുവൻ നിശ്ചലമാക്കിയിട്ട് ഇത് മന്ത്രിമാര് പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പറ്റിപ്പോണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ സ്വാധീന ശക്തി കുറഞ്ഞു. ഒരു ഡയറക്ടർ മാത്രമല്ല, ഒരു ഡസനോളം എന്നാണ് എന്റെ ഓർമ്മ ആരോഗ്യവകുപ്പിൽ അഡീഷണൽ ഡയറക്ടർമാരുണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുണ്ട്. ഈ ശൃംഖല വളരെ നന്നായി നടത്തിയിരുന്ന ഒരു വകുപ്പായിരുന്നു ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ഏറ്റവും വലിയ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ആരോഗ്യവകുപ്പിനാണ്. പോലീസിനേക്കാൾ സ്റ്റാഫുകൾ 50,000-ൽ പരമാണ്. ഒരു 5,000 ജനസംഖ്യയ്ക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും സ്റ്റാഫായിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. പോലീസ് സ്റ്റേഷനേക്കാൾ കൂടുതൽ വ്യാപിച്ചു കിടക്കണം. അപ്പൊ ഇങ്ങനൊരു വകുപ്പിനെ അതിനെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് തളർത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് വളരെ വേദനയോടെ പറയുക. ലോകത്തെ ഏറ്റവും അവികസിത രാജ്യത്തിൽ ഞാൻ UN ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വികസിച്ച നാടുകളിലും വർക്ക് ചെയ്തു, ഇവിടെയും വർക്ക് ചെയ്തു. നമുക്ക് കെടുകാര്യസ്ഥതയാണ്. അത് പറയുമ്പോൾ ആരോഗ്യം നമ്പർ 1 നെഞ്ചിലിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പല കാര്യത്തിൽ നമ്പർ 1, പക്ഷെ പല കാര്യത്തിൽ നമ്മൾ ഏറ്റവും പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ആത്മഹത്യയുടെ കാര്യത്തിൽ നമ്മൾ പുറകിലാണ്, അല്ലെങ്കിൽ നമ്മൾ മാതൃകയാണ്. റോഡപകടങ്ങൾ, ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. 3-ാം സ്ഥാനം. നമ്മൾ ഈ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമുക്കുണ്ടാകുന്ന വീഴ്ചകളൊക്കെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ ഈ ബാക്കപ്പ് പോലെയുള്ള സംവിധാനം, എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ആശുപത്രികൾ, വൈക്കം താലൂക്ക് ആശുപത്രിയൊക്കെ അത്രമാത്രം ആളുകൾ ആശ്രയിക്കുന്നതാണ്. വൈക്കം താലൂക്ക് ആശുപത്രി എന്നല്ല, ഈ സർക്കാർ ആശുപത്രികളിലേക്ക് ആളുകൾക്ക് എത്തണമെങ്കിൽ ആ വിശ്വാസം ഉണ്ടാകണം. നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യരുത്. എന്തായാലും വിശദീകരണം തേടിയിട്ടുണ്ട്. എന്ത് വിശദീകരണം നൽകുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ഏത് രീതിയിലാണ് അയാൾ ബലിയാടാവുക, അല്ലെങ്കിൽ അയാൾ ആ തരത്തിൽ തന്നെ സംസാരിച്ചാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയും അതിലൊക്കെയും ഇനി വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു.